ഇന്ന് ഒരു ചങ്ങാടം ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ വെട്ടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട മുള, അതായത് ചങ്ങാടം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിപ്പമുള്ള മുള വേണം തിരഞ്ഞെടുക്കാൻ. വലിപ്പം കുറഞ്ഞ ചെറിയ മുളകൾ ഒരിക്കലും വെട്ടരുത്. അതുപോലെ തന്നെ മുറ്റാത്ത മുളകളും വെട്ടരുത്. കാരണം ഇതിൻ്റെ അകത്തുള്ള വായുവിൻ്റെ ആ ഒരു അറകളാണ് ശരിക്കും ചങ്ങാടത്തിനെ പൊക്കി നിർത്തുന്നത്. മാത്രമല്ല, മുള വെട്ടുമ്പോൾ ഒരു കാരണവശാലും വളഞ്ഞു നിൽക്കുന്ന ഈ സൈഡിൽ ആദ്യം വെട്ടരുത്. അതായത് ഇവിടെ നിന്നുകൊണ്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഈ മുളയുടെ ഭാരം കൊണ്ട് ഇവിടെ പെട്ടെന്ന് പിളർക്കുകയും ഇത് ഒരു സ്പ്രിങ് കണക്ക് ആഞ്ഞു വന്ന് മുഖത്തോ ശരീരത്തിലോ അടിക്കുകയും ചെയ്യും. മാത്രമല്ല, കീറിയ മുളയുടെ ഭാഗം ബ്ലേഡിൻ്റെ മൂർച്ചയാണുള്ളത്. തീർച്ചയായും അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ആദ്യം അടിവശം വെട്ടും. ഇപ്പോൾ നമ്മൾ ചങ്ങടം ഏകദേശം 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മുളകൾ കുറുകെ ഉള്ളതും നേരെ ഉള്ളതും കുറുകെ ഉള്ളതുമായിട്ടുള്ള മുളയെല്ലാം നമ്മൾ അതേ അളവിൽ വെട്ടി വെച്ചിട്ടുണ്ട്.
നമ്മളെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഒഴുക്കാണ്, രക്ഷയില്ല. മാത്രമല്ല ഇവിടെ ആഴവും കുറവാണ്. ഇങ്ങോട്ട് പോണ ബുദ്ധിയല്ല. കിടവ്. അപ്പോൾ ശരി, ഇങ്ങനെയാണ് ചങ്ങാടം ഉണ്ടാക്കുന്നത്. നമ്മൾ യാത്രയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാൻ തോന്നുന്നു. ശരി.